ഗൈസ്, അപ്പോൾ കൂടുതലൊന്നും പറയണില്ല. തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇനി എങ്ങനെയൊക്കെ യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളൊരു പ്രോസസ്സ് സ്വന്തമായിട്ട് നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോസസ്സാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് യൂണിവേഴ്സിറ്റികളൊക്കെ അവരുടെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ്, അതായത് എൻ്റെ യൂണിവേഴ്സിറ്റി, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, BHU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്, പിന്നെ JNU, അങ്ങനെ കുറച്ച് യൂണിവേഴ്സിറ്റികളൊക്കെ ഇപ്പോൾ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് വെച്ചാൽ ഫോണിൽ അപ്ലൈ ചെയ്യാനായിട്ടും നല്ലത് ലാപ്പിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ യൂണിവേഴ്സിറ്റീൻ്റെ ആപ്ലിക്കേഷൻ പോർട്ടൽ, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശിൻ്റെ ആപ്ലിക്കേഷൻ പോർട്ടൽ വഴിയാണ് ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ആ പ്രോസസ്സ് കാണിച്ചു തരുന്നത്. ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റിക്കും ആ സെയിം തന്നെ ആയിരിക്കും. പക്ഷേ ചിലപ്പം ഡോക്യുമെൻറ്റ്സിലൊക്കെ കുറച്ച് മാറ്റം, ചിലത് കൂടാനോ കുറയാനോ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് അഡ്മിഷനും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുക, അഡ്മിഷൻ കൊടുക്കാനും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുക. അപ്പോൾ ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശിൻ്റെ വെബ്സൈറ്റ് വരുന്നത്. അപ്പോൾ ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എന്തൊക്കെ അപ്ഡേഷൻസ് അറിയാൻ പറ്റും. CUHimachal.ac.in എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് അവൈലബിൾ ആവും. അതിൻ്റെ തൊട്ട് താഴെ അഡ്മിഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒന്നിങ്ങനെ മിന്നിത്തിളങ്ങുന്നുണ്ടല്ലോ, അതാണ് നമുക്ക് അഡ്മിഷൻ കൊടുക്കാനുള്ള അപ്ലിക്കേഷൻ പോർട്ടൽ അവിടെയാണുള്ളത്. അതിൽ കുറേ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ അഡ്മിഷൻ കൊടുക്കാനുള്ള കുറേ കാര്യങ്ങൾ കാണും. അണ്ടർ ഗ്രാജുവേറ്റ് അഡ്മിഷൻ, പോസ്റ്റ് ഗ്രാജുവേറ്റ് അഡ്മിഷൻ, MPhil അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് അഡ്മിഷനാണ് വേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടാവും. അങ്ങനെ ഏകദേശം യൂണിവേഴ്സിറ്റിയിലൊക്കെ നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് നമുക്ക് അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അതിൽ അപ്ലൈ ഓൺലൈൻ ഫോർ PG എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോർട്ടൽ ഓപ്പൺ ആവും. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ് PG അഡ്മിഷൻ CUET 2025-26. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ ലോഗിൻ ടു ദ അഡ്മിഷൻ പോർട്ടൽ ത്രൂ ദെയർ രജിസ്റ്റേർഡ് CUET application number only. Name and other details entered by the applicant need to be same as in the CUET application form. Applicant must use their CUET number. Application encouraged to use latest version of Google Chrome web browser for filling the application form. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ, അതായത് CUET സ്കോർ കാർഡിലുള്ള CUET അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ഡീറ്റെയിൽസും കൊടുക്കുക. പിന്നെ അതിലുള്ള ഒരു വെരിഫിക്കേഷൻ ക്യാപ്ച നമ്പർ ഉണ്ടല്ലോ, അതും കൂടി അടിച്ചു കൊടുത്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അപ്പം രജിസ്റ്റർ എന്നുള്ള ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പോകുന്നത് നമ്മുടെ ഈ ഇങ്ങനെ എന്താ പറയുക വെരിഫൈ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിലേക്കാണ് പോകുന്നത്. ഇതിൽ നമുക്ക് ഒരു OTP നമ്മുടെ ഇമെയിലിലേക്ക് വരും. ആ OTP അടിച്ചു കൊടുക്കുക. പിന്നെ ഒരു പാസ്വേഡ്, നമ്മളൊരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സെയിം ക്യാപ്ച വെരിഫിക്കേഷൻ ID കൊടുത്തിട്ട് വെരിഫിക്കേഷൻ നമ്പർ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് പാസ്വേഡ് മറന്നു പോകരുത്. എന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. എന്നിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളവിടെ ആപ്ലിക്കേഷൻ നമ്പറും നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഈ ക്യാപ്ച വെരിഫിക്കേഷൻ ID ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു പ്രൊഫൈൽ, സെലക്ട് പ്രോഗ്രാം, CUET സ്കോർ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് വരും. അതിൽ നമ്മൾ പ്രൊഫൈലാണ് ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൊഫൈൽ ആദ്യം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് യുവർ പ്രൊഫൈലോ അല്ലെങ്കിൽ പ്രൊഫൈലിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ ഓൾറെഡി അതിൽ വരും. എന്നിട്ട് പിന്നെ വരുന്ന നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റായ OBC NCLൻ്റെ അതിലൊരു നമ്പർ ഉണ്ടാവും. അതും പിന്നെ അത് ഇഷ്യൂ ചെയ്ത ഡേറ്റും അത് കൊടുക്കുക. അതായത് എപ്പോഴാണോ നമ്മളത് അപ്ലൈ അതിലുള്ള ഡേറ്റ് ഉണ്ടാവും, ആ ഡേറ്റും കൂടി കൊടുക്കുക. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ ഇതിൽ നെയിംസ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊരാളെ ID വെച്ചിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. അപ്പം
അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ബാക്കി ഡീറ്റെയിൽസ് നെയിം, നമ്പർ, ഇമെയിൽ ഇതൊന്നാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ബ്ലഡ് ഗ്രൂപ്പും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസാണ് കൊടുക്കാനുള്ളത്. അതിൽ മദറിൻ്റെ നെയിം, ഫാദറിൻ്റെ നെയിം, മദറിൻ്റെ ഗ്രാജുവേഷന്, അതായത് മദറിൻ്റെ ക്വാളിഫിക്കേഷന്, പിന്നെ എന്തെങ്കിലും വർക്ക് ഓക്യുപ്പേഷൻ എന്തെങ്കിലും ഉണ്ടോ, സ്ഥലം എവിടെ, സാലറി എന്താ, അതൊക്കെ മദറിൻ്റെ കൊടുക്കുക. അതേ സെയിം ഡീറ്റെയിൽസ് തന്നെ ഫാദറിൻ്റെ കൊടുക്കുക. അതിൽ സാലറി കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ വരുന്നത് നമ്മുടെ ഹിമാചലിൽ നമ്മൾ മുന്നേ എന്തെങ്കിലും എൻറോൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് കൊടുക്കുന്നത്. അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇല്ല ഒന്ന് കൊടുക്കുക, ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക. പിന്നെ അതർ കാറ്റഗറി ഓർ കോട്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മുടെ പേഴ്സൺ വിത്ത് എ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ്, PWD കാറ്റഗറി, അങ്ങനെ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക ഡിസേബിലിറ്റീസ് ഉണ്ടോ, അത് കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക. പിന്നെ കാശ്മീരി മൈഗ്രൻ്റ് ആണോ അത് കൊടുക്കുക. ഞാനെല്ലാം നോട്ട് ആപ്ലിക്കബിൾ ആണ് കൊടുക്കുന്നത്. പിന്നെ ചിൽഡ്രൻ വിഡോസ് ഓഫ് ആർമ്ഡ് ഫോഴ്സസ് പേഴ്സണൽ അങ്ങനെ പറഞ്ഞിട്ടൊന്നുണ്ട്. അപ്പോൾ അതാണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. പിന്നെ പ്രൈം മിനിസ്റ്റർ സ്പെഷ്യൽ സ്കോളർഷിപ്പ് സ്കീം ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ അതുണ്ടോയെന്ന് കൊടുക്കുക. പിന്നെ സ്പോർട്സ് കോട്ട അതുണ്ടോയെന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ നോട്ട് അപ്ലിക്കബിൾ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ യെസ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബാക്കി ഡോക്യുമെൻറ്റ്സൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ വരും. അതായത് ബാക്കി ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഇപ്പം ഞാൻ യെസ് സ്പോർട്സ് കോട്ട കൊടുത്തപ്പോൾ അതിൽ നമ്മൾ സ്പോർട്സ് ഏതാ അതിൻ്റെ പേര് കൊടുക്കാൻ, പിന്നെ ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷൻ ആ കാര്യങ്ങളും കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ അഡ്രസ്സാണ് ചോദിക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സിറ്റി, പിന്നെ നമ്മൾ ഏതാ സ്റ്റേറ്റ് അതൊക്കെ കൊടുക്കുക. പിന്നെ പെർമനൻ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് താഴെ ക്ലിക്ക് ചെയ്യാനുണ്ടാവും. സെയിം ആണെങ്കിൽ ആ സെയിം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഓൾറെഡി കൊടുത്ത സെയിം ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി വരും. എന്നിട്ട് നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോഴാണ് ഒരു കറക്ഷൻ പോലെ വന്നത്. ഫോർ OBC സെൻട്രൽ ലിസ്റ്റ് നോൺ ക്രീമി കാറ്റഗറി ദ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ബി ഇഷ്യൂഡ് ഓൺ ഓർ ആഫ്റ്റർ 1 April 2025 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഏപ്രിലിന് ശേഷമുള്ള നമ്മുടെ OBC സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാർച്ചിന് ശേഷമുള്ളതാണ് കൊടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ കുറച്ച് ചേഞ്ചസ് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് നേരത്തെയുള്ള അതായത് ഏപ്രിൽ ആ ടൈമിലൊക്കെ ഉള്ള OBC കാറ്റഗറി സർട്ടിഫിക്കറ്റ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡേറ്റൊക്കെ മാറ്റിയിട്ട് പിന്നെ നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ചാൽ നമ്മൾ ഇത്രയും കൊടുത്ത ഡീറ്റെയിൽസിൻ്റെ ഒരു ഫോം പോലെ വരും. അത് ഫുള്ള് കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് ഓക്കെ ആണോ നോക്കിയിട്ട് നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ വരുന്നത് അതർ ഡീറ്റെയിൽസാണ്. അതിൽ ഡു യു ഹാവ് എനി ഇൽനെസ് വിച്ച് റിക്വയർഡ് കണ്ടിന്യൂസ് ഓർ എമർജൻസി മെഡിക്കൽ അറ്റൻഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. പിന്നെ ABC ID. ഈ ABC ID നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ, നമുക്ക് തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതില്ലാണ്ട് നമ്മുടെ ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോകില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിജി ലോക്കർ എന്നുള്ളൊരു ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂട്യൂബിൽ തന്നെ ഇതിന് എങ്ങനെ ABC ID ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നൊരു വീഡിയോ ഉണ്ടാവും. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ABC ID ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ABC IDയിൽ ഒരു നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. അതൊക്കെ അടിച്ചു കൊടുത്തിട്ട് പിന്നെ ബാക്കി കാര്യം നോക്കുക. എനി ഇയർ ഗ്യാപ്പ് എന്ന് ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. പിന്നെ ഡു യു ഹാവ് NCC സർട്ടിഫിക്കറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. പിന്നെ എന്താണോ ഡീറ്റെയിൽസ് അതിനനുസരിച്ച് കൊടുക്കുക. പിന്നെ ഹാവ് യു പാർട്ടിസിപ്പേറ്റ് ഇൻ നാഷണൽ സർവീസ് സ്കീം NSS ക്യാമ്പ് ഓർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ അതായത് നിങ്ങളുടെ ഫാദറോ ആരെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ, ഫാദർ ഓർ മദർ എന്നാണ് കൊടുത്തത്, വർക്ക് ചെയ്യുന്നുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശിൽ എന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് കൊടുക്കുക. പിന്നെ ഡു യു ഹാവ് പാസ്പോർട്ട് ഓർ അപ്ലൈഡ് പാസ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് വരും, ഇറ്റ് സ്ട്രോങ്ലി റെക്കമെൻഡഡ് ദാറ്റ് പാസ്പോർട്ട് മേ ബി അപ്ലൈഡ് ഇഫ് നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രൊസീഡ് എന്ന് കൊടുക്കുക. പിന്നെ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് ഡു യു അതായത് ഡീറ്റെയിൽസ് ഓഫ് മൈഗ്രൻറ്റ് സർട്ടിഫിക്കറ്റ് ഇഫ് ആപ്ലിക്കബിൾ. അപ്പോൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പോൾ എസ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ നെയിമും പിന്നെ പ്രോഗ്രാം കംപ്ലീറ്റഡ് ഏതായിരുന്നു എന്ന് ചോദിച്ചിട്ട് അതും ചോദിക്കുക. അപ്പം ഞാൻ BA മൾട്ടിമീഡിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് ആണ്. അപ്പോൾ റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ഇംഗ്ലീഷിലുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിന് ഹിന്ദി, പിന്നെ അതർ ലാംഗ്വേജസ് നമുക്കിങ്ങനെ കൊടുക്കാം. അതിൽ ഞാൻ അറബിക്കും മലയാളമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇതൊക്കെയാണെന്നുള്ളത് അതിനനുസരിച്ച് കൊടുക്കുക.
എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ നമ്മുടെ ഇത്രയും നേരം അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ഇത് വരും. പിന്നെ നമ്മൾ പ്രൊസീഡ് അടിച്ചാൽ വരുന്നതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് ഫോട്ടോ, സിഗ്നേച്ചർ, OBC സർട്ടിഫിക്കറ്റ്, CUT സ്കോർ കാർഡ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ വരും. അതിൽ ഫോട്ടോ കൊടുക്കുക. ഫോട്ടോ ഒക്കെ നല്ല വൃത്തിക്ക് വെടിപ്പിൽ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കുക. ഞാൻ വലിയ ഇതിൽ നിർത്തിയില്ല. അപ്പം അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ കൊടുക്കുക. സിഗ്നേച്ചറും നല്ല രീതിയിൽ ഫോട്ടോ എടുത്തിട്ട്, ഇതിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. 10 KB സിഗ്നേച്ചറും ഫോട്ടോയും JPG ആണ് വരുന്നത്. അതിൽ 10 KB വേണം. 500 KB കൂടാനും പറ്റില്ല, 10 KB കുറയാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് കംപ്രസ് ചെയ്തിട്ട് കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ തന്നെ OBC സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതും 500 KB കുറയാൻ പറ്റില്ല, 10 KB 10 KB കുറയാനും പറ്റില്ല, 500 KB കൂടാൻ പറ്റില്ല. എന്നിട്ട് ഈ OBC സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് നമുക്കത് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുക. ഈ ഒരു ഐൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഐൻ്റെ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്തിട്ട് സബ്മിറ്റ് ആൻഡ് ലോക്ക് അടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, ക്ലിക്ക് ഓൺ കൺഫേം ആൻഡ് ലോക്ക് ഇഫ് യു ആർ ഷുവർ ഇറ്റ് പ്രൊസീഡ് എൽസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കുറച്ച് ഇത് വരും. അത് വായിച്ച് നോക്കിയിട്ട് ഞാനതിൽ കൺഫേം ആൻഡ് ലോക്ക് എന്ന് കൊടുക്കുന്നുണ്ട്. മുന്നോട്ട് പോകണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്തേ പറ്റി മതിയാകൂ. പിന്നെ നമ്മുടെ സെലക്ട് ദ പ്രോഗ്രാം യു വാണ്ട് ടു അപ്ലൈ എന്ന് കൊടുക്കുക. അപ്പോൾ പ്രോഗ്രാം ലെവൽ മാസ്റ്റേഴ്സ്, പോസ്റ്റ് ഗ്രാജുവേഷൻ അത് കൊടുക്കുക, PG. പിന്നെ പ്രോഗ്രാം ഏതാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വിഷയം. പിന്നെ മാസ്റ്റേഴ്സ് ഓഫ് ആർട്സ്, അതായത് ന്യൂ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, അതൊക്കെ കറക്റ്റ് അല്ലേ നോക്കുക. എന്നിട്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് ഓക്കെ അടിക്കുക. പിന്നെ നമ്മുടെ പ്രോഗ്രാം കൊടുത്ത ഡീറ്റെയിൽസ് അതിൽ വരും. എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം, പ്രീവിയസ് പോകണമെങ്കിൽ പ്രീവിയസ് പോകാം. എന്നിട്ട് ഓക്കെ അടിക്കുക, നെക്സ്റ്റ് അടിക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് അടുത്തൊരു സെക്ഷനിലേക്കാണ്. അതിൽ നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അത് വായിച്ച് നോക്കിയിട്ട് നമ്മൾ അതിന് എലിജിബിൾ ആണോ നോക്കിയിട്ട് അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ 10ാം ക്ലാസ് ഓർ പാസിങ്, അതായത് 10ാം ക്ലാസ്സിൽ ആൾ പാസ്സായ വർഷം കൊടുക്കുക. പിന്നെ നമ്മുടെ 10ാം ക്ലാസ്സിലെ പെർസെൻറ്റേജ് കൊടുക്കുക. അത് ഇഫ് യു മാർക്ക് ഇൻ CGPA പ്ലീസ് കൺവേർട്ട് ടു ഇക്വലൻറ്റ് പെർസെൻറ്റേജ് ആസ് പെർ യുവർ CGPA സ്കോർ ആൻഡ് CGPA സ്കെയിൽ, അങ്ങനെയൊക്കെ മാറ്റിയിട്ട് പിന്നെ നമ്മുടെ ഡിവിഷൻ കൊടുക്കുക. പിന്നെ നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പിന്നെ ഞാനിങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതനുസരിച്ച് നിങ്ങളും കൊടുക്കുക. പിന്നെ ക്ലാസ് ഏതായിരുന്നു ബോർഡ് അത് കൊടുക്കുക, 10ാം ക്ലാസ്. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് കൊടുക്കുക. ഓക്കെ, ഈ സബ്ജക്റ്റ് 10 സബ്ജക്റ്റും കൊടുക്കണം. ഞാനിപ്പോൾ ഇത് സ്മോൾ ലെറ്ററിലാണ് ഇത് കുറേ ഈ ഡീറ്റെയിൽസ് കൊടുത്ത്, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ 10 സബ്ജക്റ്റും ഇതിൽ കൊടുക്കുക, നമുക്ക് ഏതൊക്കെ ഉണ്ടായിരുന്നതെന്നുള്ളതിനനുസരിച്ച്. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഓഫ് +2 ആണ് ചോദിക്കുന്നത്. അപ്പോൾ +2 ഡിവിഷനും നമ്പറും കാര്യങ്ങളും ക്ലാസ്സും ഇതൊക്കെ കൊടുക്കുക, സ്കൂൾ കൊടുക്കുക. പിന്നെ നമ്മുടെ സബ്ജക്റ്റുകൾ അതും ഫുൾ സബ്ജക്റ്റും കൊടുക്കണം, അതും ക്യാപിറ്റൽ ലെറ്ററിലുള്ള വൃത്തിക്ക് കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ ഇംഗ്ലീഷ് അങ്ങനത്തെ എൻ്റെ എല്ലാ സബ്ജക്റ്റും ഒന്നും കൊടുക്കുന്നില്ല, കുറച്ച് സബ്ജക്റ്റ് കൊടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ അതിനനുസരിച്ച് കൊടുക്കാം. പിന്നെ ഹാവ് യു പാസ്ഡ് ക്ലാസ്, അതായത് +2 നിങ്ങൾ മാത്സോട് കൂടിയാണ്. അപ്പം ഞാൻ എനിക്ക് മാത്സ് ഇല്ലേനു, അപ്പോൾ അത് കൊടുക്കുക. ഇത് പിന്നെ നമ്മുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ, ഡിഗ്രി സ്റ്റേറ്റ് അത് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. നമ്മൾ +2 പഠിച്ചത് ഏത് സ്റ്റേറ്റിൽ നിന്നായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. കേരള, അത് കൊടുക്കുക. പിന്നെ പിൻകോഡും ചോദിക്കുന്നുണ്ട്, അതും കൊടുക്കുക. പിന്നെ ഉള്ളത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഗ്രാജുവേഷൻ ഓഫ് എക്വിവലൻ്റ്, അത് ഗ്രാജുവേഷനാണ്. നമ്മൾ പാസിംഗ് ആണോ അല്ലെങ്കിൽ അപ്പിയേർഡ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അത് കൊടുക്കുക. പിന്നെ നമ്മുടെ പാസ്റ്റ് ഫൈനൽ എക്സാമിനേഷൻ എപ്പോഴാണ് നമ്മൾ പാസ് ചെയ്ത വർഷം അത് കൊടുക്കുക. പിന്നെ നമ്മുടെ സബ്ജക്റ്റുകൾ കാര്യങ്ങൾ കൊടുക്കുക, ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ആ സമയത്ത് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റ് വെച്ചിട്ടാണ്, മെയിൻ സബ്ജക്റ്റുകൾ മാത്രമാണ് കൊടുത്തിരുന്നത്. എല്ലാ സെമസ്റ്ററിലും നമുക്ക് ഓരോ അങ്ങനെ ഉണ്ടല്ലോ, അതല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഏതൊരു സെമസ്റ്ററിൽ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളും കൊടുക്കുക. ഏതാണ് മെയിൻ നിങ്ങളുടെ സബ്ജക്റ്റ്, എന്തിനാ റിലേറ്റഡ് ആണ്. ഇപ്പം BA മൾട്ടിമീഡിയ എന്തായാലും ഫോട്ടോഗ്രാഫിയും വിഷ്വൽ കമ്മ്യൂണിക്കേഷനൊക്കെ അതിൽ മെയിൻ സബ്ജക്റ്റാണ്, അപ്പോൾ അത് കൊടുക്കുക. പിന്നെ ഹാവ് യു പാസ്ഡ് ഗ്രാജുവേഷൻ വിത്ത് ഹോണേഴ്സ്, അത് കൊടുക്കുക. പിന്നെ ഗ്രാജുവേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കോളേജ്, അതിൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ല കൊടുക്കേണ്ടത്, നമ്മുടെ
കോളേജിൻ്റെ പേര് തന്നെ കൊടുക്കണം. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മളെ ബോർഡ് ഒരു യൂണിവേഴ്സിറ്റി ചോദിക്കുന്നുണ്ട് അവിടെ കൊടുക്കുക. അപ്പോൾ ഞാനിത് സ്മോൾ ലെറ്ററിലാണ് കോളേജിൻ്റെ പേര് കൊടുക്കുന്നത്. എന്തായാലും നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. ഓക്കെ. പിന്നെ ഗ്രാജുവേഷൻ കോഴ്സ് നെയിം, നമ്മുടെ ഏതായിരുന്നു സബ്ജക്റ്റ്, അത് അവിടെ ഫസ്റ്റ് ക്ലാസ് ആണോ ഏതാണെന്ന് കിട്ടിയത് കൊടുക്കുക. പിന്നെ സ്റ്റേറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ എവിടെ നിന്നായിരുന്നു നമ്മൾ ഡിഗ്രി എടുത്തത് അതിൻ്റെ സ്റ്റേറ്റ് കൊടുക്കുക. പിന്നെ നമ്മുടെ പിൻ കോഡ് അതും കൊടുക്കുക. പിന്നെ പെർസെൻറ്റേജ് അതും കൊടുക്കുക. ഓക്കെ. ആ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രയും കൊടുത്ത ഡീറ്റെയിൽസിൻ്റെ ഒരു ഫോം പോലെ വരും. അതൊക്കെ കറക്റ്റ് വായിച്ച് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് അടിക്കുക, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് അടിച്ചിട്ട് നേരെ പോണത് പിന്നെ നമ്മുടെ ഇത്രയും അടിച്ചെടുത്ത് വേറെ ഡീറ്റെയിൽസിലേക്ക് പോവും. അതും ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ വീണ്ടും ഡോക്യുമെൻറ്റ്സ് കൊടുക്കാനുള്ള ആ ഒരു ഇതിലേക്ക് തന്നെ പോവും. അവിടെ നമ്മുടെ SLCൻ്റെ ഇത് കൊടുക്കുക. സെയിം 10 KB പിന്നെ 500 KB അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് കംപ്രസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ SLCൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. പിന്നെ +2ൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. പിന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഓഫ് അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, അന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തൊരു പ്രൊവിഷണൽ കൊടുക്കുക. പ്രൊവിഷണലും കിട്ടാത്തവർ അണ്ടർടേക്കിങ് വെക്കുക. ഓക്കെ. അപ്പോൾ അതും ആഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ ആണോ എന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ ഒരു പ്രിവ്യൂ കാര്യം നോക്കുക. ഓക്കെ. അങ്ങനെ പ്രിവ്യൂ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആയി ഡീറ്റെയിൽസൊക്കെ എത്തി അങ്ങനെ കംപ്ലീറ്റ് ആയ ഒരു ഇതിലേക്ക് വരും. ഈ ഒരു ഫോമാണ് നമുക്ക് PDF പോലെ കിട്ടുക. അപ്പോൾ അതിൽ നമ്മളെ ഫോട്ടോയും സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതിലൊരു വെരിഫൈ ദ ഡീറ്റെയിൽസ് ബൈ ക്ലിക്കിംഗ് ഓൺ ദ ചെക്ക് ബോക്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വരുന്നുണ്ട്. അതിൽ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കറക്റ്റാക്കി നോക്കിയിട്ട് അതിനനുസരിച്ച് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാം കറക്റ്റ് വായിച്ച് വെക്കുക. എന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് കൊടുത്താൽ നമുക്ക് നെക്സ്റ്റ് പേയ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് ഒരു സെക്ഷനിലെത്തി. അതിൽ നമ്മൾ നെയിമും ജെൻഡറും നമ്മുടെ കാറ്റഗറിയും PWD കാറ്റഗറിയും പ്രോഗ്രാം എമൗണ്ട് ടു പെയ്ഡ് അതിൽ 500 രൂപയാണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ 500 രൂപ പേ ചെയ്യണം. അപ്പോൾ പേ നൗ എന്ന് പറയുമ്പോൾ നമുക്ക് Paytmൻ്റെതും പിന്നെ UPIൻ്റെയൊക്കെ സ്കാനർ വരും. അപ്പോൾ അത് വെച്ച് ഫോണിൽ സ്കാൻ ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് കിട്ടും. പിന്നെ നമ്മൾ ഇത്രയും നേരം കംപ്ലീറ്റ് ചെയ്ത ആ ഫോം ഉണ്ടല്ലോ, ആ ഫോം ഫുള്ളായിട്ട് നമുക്ക് PDF കിട്ടും. അപ്പം ഞാൻ പേയ്മെൻറ്റ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഫോം കിട്ടിയിട്ടില്ല. അപ്പം ഫോമിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ അത് ഫില്ല് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു PDF കിട്ടിയാൽ അപ്ലിക്കേഷൻ പ്രോസസ്സ് ഫുള്ളായി എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് വരുന്നത്. നിങ്ങൾക്ക് തന്നെ സുഖമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ മെയിനായിട്ട് അതിൽ സ്മോൾ ലെറ്ററിലൊക്കെയാണ് എഴുതിയത്, ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററൊക്കെ വെച്ച് നല്ല വൃത്തിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു പ്രിൻറ്റ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല. ആ പ്രിൻ്റാണ് ഇത്. അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു പ്രിൻ്റ്. ഇത് നമ്മൾ പ്രിൻ്റ് എടുക്കണം. നമുക്ക് ആദ്യം ഫോണിലൊരു PDF കിട്ടും. അതാണിത്. നമ്മൾ ആ സെയിം എന്താ പറയുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒക്കെ അടിക്കുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടണില്ലേ, അതാണ് ഈ സാധനം. അതിൽ നമ്മുടെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് അതാണ്. പിന്നെ ഇവിടെ സിഗ്നേച്ചറൊക്കെ വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രിൻ്റ് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ആ ഒരു പ്രോസസ്സ് എളുപ്പം നിങ്ങൾക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് യൂണിവേഴ്സിറ്റിക്കൊക്കെ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.